ഹായ്, ഞാൻ സജീർ, വെൽനസ് ആൻഡ് ഫിറ്റ്നസ് ട്രെയിനർ. ഇന്ന് നമുക്ക് സ്ട്രെസ്സിനെ കുറിച്ച് സംസാരിക്കാം. സ്ട്രെസ്സ് രണ്ട് ടൈപ്പിലാണ് നമുക്ക് വരുന്നത്. ഒന്ന് ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്സും മറ്റൊന്ന് അക്യൂട്ട് ആയിട്ടുള്ള സ്ട്രെസ്സും. ഈ സ്ട്രെസ് എങ്ങനെയാണ് നമുക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നത് നോക്കാം. പൊതുവേ നമുക്ക് സ്ട്രെസ് വരുന്നവർക്ക് ഡയബറ്റിക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഡയബറ്റിക് കുറയാതെ നിൽക്കാനും സാധ്യതയുണ്ട്, മറ്റ് പ്രശ്നങ്ങൾ വരാനും, ഒബിസിറ്റി, അതല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളായ പ്രഷർ, കൊളസ്ട്രോള്, തൈറോയ്ഡ്, ഫാറ്റി ലിവർ എന്ന് വേണ്ട ഒത്തിരി പ്രശ്നങ്ങൾ വന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനൊരു പ്രധാന കാരണം സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അത് നമുക്ക് നോക്കാം. പഴയ കാലത്തുള്ള ആൾക്കാരും ഇന്നും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. നമുക്ക് പൂർവികർ, അതായത് ഒരു 10,000 വർഷം മുന്നേ ആൾക്കാർക്കും ഈ സ്ട്രെസ് തന്നെയാണ് ഉണ്ട്. അവർക്കുള്ളത് അക്യൂട്ട് ആയിട്ടുള്ള സ്ട്രെസ്സാണ്. എന്നാൽ ഇന്ന് നമുക്ക് നടക്കുന്നത് ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്സാണ്. അന്ന് നമുക്ക് ബോഡിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സുകളാണ് കൂടുതലും. കാരണം ഒരു 10,000 വർഷം മുന്നേ ഉള്ള ഒരാൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ഏതെങ്കിലും അവരെ ഉപദ്രവിക്കാൻ വരുന്ന മൃഗങ്ങൾ, മീൻസ് ലയൺ അല്ലെങ്കിൽ ടൈഗർ, അതുപോലുള്ള ഏതെങ്കിലും വന്യമൃഗങ്ങൾ അവരെ ഉപദ്രവിക്കാൻ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അവർക്കൊരു സ്ട്രെസ് ഉണ്ടാവും. കാരണം അവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. കാരണം അവരൊരു മൃഗം അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ വരുന്ന ഒരു ലയൺ വരുവാണെങ്കിൽ അവിടെ പെട്ടെന്ന് തന്നെ അവിടെ ബ്രെയിനിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ന് പറഞ്ഞൊരു ഗ്രന്ഥിയുണ്ട്, ഗ്ലാൻഡ്. അത് പെട്ടെന്ന് ACTH എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ പ്രൊഡക്ഷൻ ചെയ്യും. ഇത് നേരെ അഡ്രിനൽ ഗ്ലാൻഡിലോട്ട് പോകുന്നു. അഡ്രിനൽ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഒരു സ്ട്രെസ് ഹോർമോണിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അത് നേരെ ബ്ലഡിലോട്ട് പോകുന്നു. ബ്ലഡ് നേരെ ലിവറിൽ കൊണ്ടുവന്നിട്ട് ലിവറാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന നമുക്ക് എനർജിക്ക് വേണ്ട ഒരു ഫുഡ് ക്രിയേറ്റ് ചെയ്യുന്നു. കാരണം ഇത് എന്തിനെന്ന് പറഞ്ഞാൽ ആ ജീവിയിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പവർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്ന് നമുക്ക് വന്ന് നോക്കാം. ഇന്ന് നമുക്ക് അതേ സ്ട്രെസ് തന്നെ ഉണ്ടാവുന്നു. ഇന്ന് അതൊരു ഫിസിക്കലി സ്ട്രെസ് ആണെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി കൊണ്ട് ആ സ്ട്രെസ് മാറിപ്പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ന് വരുന്ന സ്ട്രെസ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് പണ്ടത്തെ പോലെ നമ്മൾ ആക്രമിക്കാൻ ലയണോ അല്ലെങ്കിൽ ടൈഗറോ മറ്റ് ജീവജാലങ്ങളോ ഒന്നുമില്ല. എന്നാൽ ഇന്ന് നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള സ്ട്രെസ്സാണ് ഏറ്റവും കൂടുതലുള്ളത്. കാരണം നമുക്ക് കാണാൻ കഴിയുന്നില്ല, ബോഡിയിലല്ല ഉള്ളത്, നമ്മുടെ ഉള്ളിലാണുള്ളത്. നമ്മളെ ദ്രോഹിക്കാൻ വരുന്ന അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ലയൺ എന്ന് പറയുന്നത് ബ്രെയിനിലാണ് ഉണ്ടാവുന്നത്. ജോബ് ആവാം, അല്ലെങ്കിൽ നമുക്ക് മണിയുടെ സ്ട്രെസ് ആവാം, അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യുന്ന ബോസിൻ്റെ സ്ട്രെസ് ആവാം, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ വലിയൊരു വീട് വെച്ചു, നമ്മളെ കൊളീഗ് നല്ലൊരു വലിയൊരു വീട് വെച്ചു, അതൊരു സ്ട്രെസ്സായിട്ട് മാറാം. അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് വലിയൊരു കാർ എടുത്തു, അതൊരു സ്ട്രെസ് ആവാം. അല്ലെങ്കിൽ നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചപ്പോൾ ഒരു ഫെയിലായി പോയി, ഇതൊക്കെ വലിയ സ്ട്രെസ്സാണ്. ഇത് നമുക്ക് ഉള്ളിലാണുള്ളത്, നേരത്തെ ഉള്ളത് ബോഡിയിലാണ്. അതിനെ നമുക്ക് എടുത്ത് കളയാൻ കഴിയില്ല. ബോഡിയിലുള്ളതിനെ നമുക്ക് ഉപയോഗിച്ച് കളയാം. ഇപ്പോഴുണ്ടാകുന്ന സ്ട്രെസ്സിലും നേരത്തെ നടക്കുന്ന അതേ പ്രോസസ്സ് തന്നെ നടക്കുന്നു. നേരത്തെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ACTH ഉണ്ടാക്കുന്നു, അത് നേരെ അഡ്രിനലിലോട്ട് പോകുന്നു, അഡ്രിനൽ കോർട്ടിസോൾ ഉണ്ടാകുന്നു, കോർട്ടിസോൾ നേരെ ലിവറിൽ പോകുന്നു, ലിവർ നേരെ ഗ്ലൂക്കോസ് ക്രിയേറ്റ് ചെയ്യുന്നു, ഗ്ലൂക്കോസ് നേരത്തെ ഓടി ഉപയോഗിച്ച് കളയുന്നു. ഇന്നുണ്ടാകുന്ന ഗ്ലൂക്കോസ് ബ്ലഡിൽ കൂടുന്നു. അപ്പം നമുക്ക് ഡയബറ്റിക് ആവുന്നു, ഡയബറ്റിക് വരുന്നു, കൊളസ്ട്രോൾ കൂടുന്നു. കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്ലൂക്കോസ് കൂടുന്നതനുസരിച്ച് നമുക്ക് ക്രാവിങ്ങും കൂടുന്നു, നമ്മൾ ഒബിസിറ്റിയിലോട്ട് പോകുന്നു, കൂടുതൽ ആരോഗ്യ പ്രശ്നത്തിലോട്ട് പോകുന്നു. അപ്പോൾ ഇതിനൊരു ഉപായം എന്ന് പറയുന്നത്, നമുക്കുണ്ടാകുന്ന അക്യൂട്ട് സ്ട്രെസ്സിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലി ആക്ടിവിറ്റി ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ നടന്നതുപോലെ തന്നെയാണ്. ഒരു ടൈഗറോ അല്ലെങ്കിൽ ലയണോ അല്ലെങ്കിൽ നമ്മൾ ആക്രമിക്കാൻ വന്നപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെസ്സിനെ അവർ ഓടി ഉണ്ടാക്കിയെടുത്ത ഗ്ലൂക്കോസിനെ അവർ ഓടിച്ച് അല്ലെങ്കിൽ അതിനെ അവർ കത്തിച്ച് കളഞ്ഞു, ബേൺ ചെയ്യിച്ച് കളഞ്ഞാണ് അവിടെ നിന്ന് റിലീസായത്. ഇതേപോലെ തന്നെയാണ് നമുക്കിപ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയും ഫിസിക്കൽ ആക്ടിവിറ്റി കൊണ്ട് നമുക്ക് ഒന്ന് റൺ ചെയ്യാം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാം, ജിമ്മിൽ പോയി നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാം. ഇത് റിലീഫ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ഇങ്ങനെ വന്നാൽ മാത്രമാണ്. ഇത് നമുക്ക് രണ്ട് ടൈപ്പിൽ, ഞാൻ പറഞ്ഞത് അക്യൂട്ടും ക്രോണിക്കും. ഇത് ഒന്ന് ഇൻവിസിബിൾ ആണ്, കാണാൻ കഴിയില്ല. മറ്റൊന്ന് നമുക്ക് വിസിബിൾ ആണ്, കാണാൻ കഴിയും. അപ്പോൾ ഇൻവിസിബിൾ ആയിട്ടുള്ള സ്ട്രെസ്സിനെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ എക്സസൈസ് വളരെ വലിയൊരു പ്രാധാന്യം തന്നെയാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഓക്കെ, താങ്ക് യു.